വിദ്യാർത്ഥികൾക്ക് അറിയാം. ജാമിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുമിച്ച് കൂടൽ എന്നാണ്, അഥവാ ഒരു ഗാദറിംഗ് ആണ് ജാമിയ എന്ന് പറയുമ്പോൾ. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അഥവാ തർജ്ജിമ ചെയ്യുമ്പോൾ ജാമിയയുടെ അർത്ഥം അത് യൂണിവേഴ്സിറ്റി എന്നാകും. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ലാറ്റിൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ച യൂണിവേഴ്സ് എന്ന പദമാണ്, അഥവാ ലോകം മുഴുക്ക എന്നുള്ളതാണ്. ഓൾ ദ വേൾഡ് എന്നാണ് അതിനപ്പോൾ അർത്ഥമാവുക. ഒരു ജാമിയ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗാദറിംഗ് ആണ്, ഒരു ഒരുമിച്ച് കൂടലാണ്. അതോടൊപ്പം അത് ലോകത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ജാമിയ എന്ന് പറയുന്നത് ഒരു ജ്ഞാന കേന്ദ്രമാണ്, വിദ്യ നുകരുന്ന ഒരു കേന്ദ്രമാണ് ഈ ജാമിയ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബാസില പറയുകയുണ്ടായി അറബിക് കോളേജുകളുടെ മഹത്വങ്ങളും നമ്മുടെ മുസ്ലിം സ്ത്രീകൾ അതിലൊക്കെയും എത്രമാത്രം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ഏതെല്ലാം ജോലികളിൽ അതിൽ പ്രവേശിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ അവർ വ്യക്തമാക്കുകയുണ്ടായി. വളരെ സന്തോഷം. നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിനികൾ വളരെ നന്നായി ഉയർന്ന സ്ഥാനമാനങ്ങളിൽ എത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് നമുക്കും നമ്മുടെ സമൂഹത്തിനും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗാദറിങ്, ഈ യൂണിവേഴ്സ് ഗാദറിങ് അല്ലെങ്കിൽ ഈ വേൾഡ് ലോകമൊന്നാകെയുള്ള ഈ ഗാദറിങ്ങിൽ നമ്മൾ ജ്ഞാനം, അറിവ് നുകരുമ്പോൾ ആ അറിവ് ശരിക്കും ഒരു ലോകത്തെ മുഴുവനും ഒരു കുടക്കീയിൽ ഒരുമിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ അറബി സാഹിത്യം, ഖുർആൻ, ഹദീസ് അതുപോലത്തെ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെ ജ്ഞാനവുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതുപോലത്തെ സയൻസ് വിഷയങ്ങൾ, ഹ്യൂമാനിറ്റീസ് ഇതൊക്കെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തുള്ള പല സ്ഥലങ്ങളിലെയും ഉത്ഭവിച്ച വിജ്ഞാനങ്ങളെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ലോകത്തെ ഒന്നായിട്ട് നമ്മൾ കൈയടക്കുന്നതിന് തുല്യമാണെന്ന് പറയാം വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളത്. ആയതിനാൽ നമുക്ക് വിജ്ഞാനം കരസ്ഥമാക്കാൻ നാം ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പടച്ച തമ്പുരാൻ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ഇഖ്റ എന്ന പദം. എന്താണ് ഇഖ്റ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീ വായിക്ക് എന്നുള്ളതാണ്. വായനയിലൂടെയാണ് നമുക്ക് ജ്ഞാനസമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. ഇത് ഇവിടുത്തെ പ്രസ്ഥാനക്കാരോ അല്ലെങ്കിൽ ഞാനോ മറ്റാരോ പറയുന്നതല്ല. ഇഖ്റ എന്ന പദം, നീ വായിക്ക് എന്നുള്ള പദം, അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ വിജ്ഞാനം ആർജിക്കണം എന്നുള്ളതാണ്. അത് എങ്ങനെ ആർജിക്കണം? ബിസ്മി റബ്ബിക്ക, നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ പഠിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ഭൗതിക വിജ്ഞാനത്തോടൊപ്പം തന്നെ മതവിജ്ഞാനവും കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ വളരെ നിർബന്ധമാണ്. ബാസിൽ സൂചിപ്പിച്ചതുപോലെ 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മാത്രം പഠിച്ച് എല്ലാ മതവിദ്യാഭ്യാസവും എനിക്കായി എന്ന് വിചാരിച്ച് പുറത്തിറങ്ങുന്ന നമ്മുടെ കുട്ടികളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികളെ കൂടുതൽ മതവിജ്ഞാനം, ധാർമ്മിക ബോധം, സദാചാരം ഇതൊക്കെയും ഇനിയും കൂടുതൽ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒളിച്ചോട്ടം കൂടുതൽ റേറ്റിലേക്ക് ഉയർന്നു പൊങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മമാർ വരെ ഒളിച്ചോടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂക്ഷ്മത നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം? വളരെ സൂറത്തുകൾ ഇഫ്ലാക്കി എന്നതുകൊണ്ട് മാത്രമായില്ല. എന്താണ് ഇഖ്റ, എന്താണ് പടച്ച റബ്ബ് എന്നോട് വായിക്കാൻ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ജ്ഞാനം കരസ്ഥമാക്കണം. ഖുർആൻ എന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിഭാഷാ ഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും നമുക്ക് അനുകരണീയമായിട്ടുള്ള, ഏറ്റവും വിശ്വാസപരമായിട്ടുള്ള നമ്മുടെ അമാനി മൗലവിയുടെ പരിഭാഷ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലെ അൽമാറയിൽ ഒരു പക്ഷേ അതിൻ്റെ 8 വോളിയോ 4 വോളിയോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചിട്ട് നമ്മൾ എന്താണ് ഞാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമായി ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഞാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം ആയത്? ഞാൻ ജനിച്ചത് അബൂബക്കർ ഫാത്തിമ ദമ്പതികൾക്കാണ്, അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, എൻ്റെ പേര് ആമിന എന്നാണ് എന്നുള്ളത് കൊണ്ടല്ലല്ലോ നമ്മൾ മുസ്ലിം ആകേണ്ടത്. ഞാൻ മുസ്ലിം ആകേണ്ടത് എന്തുകൊണ്ടായിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉറച്ച് വിശ്വസിച്ച് അത് മനസ്സിലേക്ക് ഇറങ്ങിപ്പോയിട്ടായിരിക്കണം നമ്മുടെ വിശ്വാസം വരേണ്ടത്. അതിനനുസൃതമായ കർമ്മങ്ങളായിരിക്കണം നമ്മൾ നിന്ന് ഉൾത്തിരിഞ്ഞ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഹിജാബൊന്നും ഒരു പ്രശ്നമാകുകയില്ല. ഏത് വസ്ത്രം എങ്ങനെ ധരിച്ചാലും എൻ്റെ ശരീരഭാഗത്തിൻ്റെ ആകർഷണീയമായ ഭാഗങ്ങൾ പുരുഷന്മാർ കാണാൻ പാടില്ല, ദർശിക്കാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള കഴിവുണ്ടാകണമെങ്കിൽ ആദ്യം അള്ളാഹുവിനെ പേടിക്കണം. അള്ളാഹുവിനെ പേടിക്കണമെങ്കിൽ ഖുർആൻ മനസ്സിലാക്കണം. ഖുർആൻ വായിച്ചതുകൊണ്ട് വെറുതെ അലിഫ് ലാം മീൻ എന്ന് തൊട്ടിട്ട് ഇങ്ങനെ അവസാനം വരെ വായിച്ച് എല്ലാ സൂറയും വായിച്ച് അവസാനം മിനൽ ജിന്നത്തി വന്നാസ് വരെ അത് ഞാൻ